ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ്. അഖിൽ പറയുകയാണ്, ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഈ വിഷമത്തിൻ്റെ കാരണമേ ആദിയേട്ടനും എൻ്റെ അമ്മയും മാത്രമാണ്. അത്രയേറെ പരസ്പരം സ്നേഹിച്ച അരുണേട്ടനെയും അശ്വതി ചേച്ചിയും തമ്മിൽ നിങ്ങൾ അകറ്റി. എന്നിട്ട് ഇല്ലാത്തൊരു കേസിൻ്റെ പേരിൽ അശ്വതി ചേച്ചിയെ ജയിലിലുമാക്കി. ഇപ്പോൾ ആ ആദിയേട്ടൻ തന്നെ വീണ്ടും അശ്വതി ചേച്ചിയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ രണ്ടുപേരെയും എനിക്ക് മനസ്സിലാകുന്നതേയില്ല. അശ്വതി ചേച്ചിയുടെ കാര്യം പോട്ടെ, ശ്രീകുട്ടിയുടെ കാര്യം ഓർത്തു നോക്ക്. അവള് നമ്മുടെ സ്വന്തം കുഞ്ഞല്ലേ. ആദ്യേട്ടനും രണ്ട് മക്കളുള്ളതല്ലേ. ആദ്യേട്ടൻ മക്കൾക്ക് കൊടുക്കുന്നത് പോലത്തെ സ്നേഹം ശ്രീകുട്ടിക്കും അവകാശപ്പെട്ടതല്ലേ. ആദ്യേട്ടനും അമ്മയും ചേർന്ന് പണ്ടും ഇപ്പോഴും അവർക്ക് ചെയ്യുന്ന ദ്രോഹത്തിനൊക്കെ പരിഹാരമാ ഞാനും ശ്യാമയും കൂടി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അഗി, ഈ കഥകളൊക്കെ നിന്നോട് ആരാ പറഞ്ഞതെന്ന് ആദി ചോദിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ചെയ്ത ദ്രോഹങ്ങളൊന്നും ഞങ്ങൾ അറിയില്ലെന്നാണോ കരുതിയതെന്ന് അഖില് ചോദിക്കുന്നു. അപ്പോ നിന്റെയും ശ്യാമയുടെ മനസ്സിൽ ഇതേ ചൊല്ലി എന്നോടും അമ്മയോടും അത്രയധികം ദേഷ്യമുണ്ടല്ലേ എന്ന് ആദി ചോദിക്കുന്നു. എന്നാലേ ഇനി നിങ്ങൾ സത്യം അറിയണം. അശ്വതിയുടെയും അരുണിന്റെയും ജീവിതത്തിൽ എന്താ ഉണ്ടായതെന്ന് നിങ്ങൾ അറിയണമെന്നും ആദി പറയുന്നു. അരുൺ അന്ന് UK-യിൽ പഠിക്കുകയാണ്. അരുൺ ലീവിന് വന്നപ്പോഴാണ് ഐശ്വര്യമൊത്തുള്ള വിവാഹം അമ്മ നിശ്ചയിച്ചത്. അത് കഴിഞ്ഞ ഒരു ദിവസം ഞാനും അമ്മയും കൂടി കാറിൽ വരികയായിരുന്നു. അപ്പോഴാണ് അരുൺ അശ്വതിയുമൊത്ത് ഒരു മരച്ചൂട്ടിൽ നിന്ന് സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടത്. തുടർന്ന് ഞാനും അമ്മയും കൂടി അവരുടെ അടുത്തേക്ക് ചെന്നു. അതാരാണെന്ന് അമ്മ ചോദിച്ചപ്പോൾ ഫ്രണ്ടാണെന്നാ അരുൺ പറഞ്ഞത്. തുടർന്ന് വീണ്ടും അമ്മ ചോദിച്ചപ്പോൾ അരുൺ പറഞ്ഞത് അത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണെന്നും പേര് അഭിരാമി എന്നാണെന്നുമാ. ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധരയും ആദിയും. അല്ല, കല്യാണം എന്നത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അരുൺ പറയുകയാണ്, ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാനിരിക്കുകയായിരുന്നു. എന്റെ ജീവിതത്തിൽ എനിക്ക് കൂട്ടായി അവൾ മതി, അഭിരാമി. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞങ്ങളുടെ വിവാഹം നടക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അത്രയും പറഞ്ഞ് അരുൺ അവിടെ നിന്ന് പോകുമ്പോൾ ആദി വസുന്ധരയോട് പറയുകയാണ്, അമ്മേ, നമുക്ക് അഭിരാമിയെക്കുറിച്ച് അന്വേഷിക്കാം. അപ്പോൾ നമ്മൾ ആലോചിച്ച ഐശ്വര്യയോ എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ആദി പറയുകയാണ്, അവൻ ഇഷ്ടപ്പെട്ടത് അഭിരാമിയല്ലേ, പിന്നെ നമ്മൾ എന്തിനാ ഐശ്വര്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ പിറ്റേന്ന് ആദിയും വസുന്ധരയും കൂടി അഭിരാമിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ അഭിരാമിയുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അഭിരാമിയുടെ അമ്മ വസുന്ധരയും ആദിയും അകത്തേക്ക് സ്വീകരിച്ചിരുത്തുന്നു. അഭിരാമി ഇപ്പോൾ എന്തിനാ പഠിക്കുന്നതെന്ന് ആദി ചോദിക്കുമ്പോൾ BCom-നാണെന്നും പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണെന്നും അഭിരാമിയുടെ അമ്മ പറയുന്നു. തുടർന്ന് അഭിരാമിയുടെ അമ്മ ചായ എടുക്കാനായി പോകുമ്പോൾ ആദി പറയുകയാണ്, അമ്മേ, നല്ല കുട്ടിയാന്ന് തോന്നുന്നു. അല്പം പാവപ്പെട്ട വീട്ടുകാരാ, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോഴാണ് അഭിരാമിയുടെ അച്ഛന്റെ ഫോട്ടോ വസുന്ധര കാണുന്നത്. ആ ഫോട്ടോ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധര. അതേസമയം അഭിരാമിയുടെ അമ്മ ചായയും കൊണ്ടുവരുമ്പോ വസുന്ധര ചോദിക്കുകയാണ്, ഇതാരാ? ഇതെന്റെ ഭർത്താവാണെന്ന് അവര് പറയുമ്പോ വസുന്ധര പറയുകയാണ്, ഈ ബന്ധം നടക്കില്ല. എന്താ കാര്യമെന്ന് ആദ്യം അഭിരാമിയുടെ അമ്മയും മാറി മാറി ചോദിക്കുന്നുണ്ടെങ്കിലും ദേഷ്യത്തോടെ വസുന്ധര പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം അഖിലിനോടും ശ്യാമയോടും പറഞ്ഞിട്ട് ആദി പറയുകയാണ്, അന്ന് ഞങ്ങള് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ അരുണും അമ്മയുമായിട്ട് നല്ല വഴക്കായിരുന്നു. എന്താണെങ്കിലും ഈ വിവാഹം നടക്കില്ലെന്ന് വസുന്ധര പറയുമ്പോൾ അരുൺ പറയുകയാണ്, ആരൊക്കെ എതിർത്താലും ഈ വിവാഹമേ നടക്കൂ. എനിക്ക് അഭിരാമിയെ ഇഷ്ടമാണ്. എങ്കിൽ നമുക്ക് കാണാമെന്ന് വസുന്ധര പറയുമ്പോൾ കാണാമെന്ന് അരുണും പറയുന്നു. എടാ അരുണെ, നീ തർക്കിക്കാനൊന്നും നിൽക്കണ്ട. അമ്മ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം കാണും എന്നൊക്കെ ആദ്യം പറയുമ്പോൾ അരുൺ പറയുകയാണ്, ആദ്യം കാരണം പറ, എന്നിട്ടല്ലേ ബാക്കി കാര്യം. തുടർന്ന് അരുൺ പറയുകയാണ്, നാളെ ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോകും. അതിനു മുമ്പ് ഞാൻ എന്താണെങ്കിലും അഭിരാമിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. ഇത് കേൾക്കുന്ന ആദിയും വസുന്ധരയും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് ഒരു ക്ഷേത്രത്തിൽ വെച്ച് അരുൺ അഭിരാമിയുടെ കഴുത്തിൽ താലി ചാർത്തുകയാണ്. ഈ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ആദി. തുടർന്ന് ആദി അഖിലിനോടും ശ്യാമയോടും പറയുകയാണ്, അന്ന് അവര് ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിയതിനു ശേഷം ഞാൻ അമ്മയെക്കുറിച്ചാണ് ഓർത്തത്. അന്ന് ആ വീട്ടിൽ വെച്ച് ആ ഫോട്ടോ കണ്ടപ്പോഴാണല്ലോ അമ്മ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറിയത്. അതുകൊണ്ട് എന്റെ അന്വേഷണം ആ ഫോട്ടോയിലുള്ള ആളെക്കുറിച്ചായി. തുടർന്ന് പഴയ കാര്യങ്ങൾ ആദി പറയുകയാണ്. അങ്ങനെ ആ ആളെക്കുറിച്ച് അന്വേഷിച്ച ശേഷം വസുന്ധര അടുത്ത് വന്ന് ആദി പറയുകയാണ്, അമ്മേ, അത് അഭിരാമിയുടെ സ്വന്തം അച്ഛനല്ല, രണ്ടാനച്ഛനാണ്. അഭിരാമിയെ നിരന്തരം അയാൾ ശല്യം ചെയ്യുന്നുണ്ട്. സത്യത്തിൽ അയാളെ ഭയന്നാണ് അഭിരാമി അവിടെ കഴിയുന്നതും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അഭിരാമിക്ക് അരുണൊരു ആശ്വാസം തന്നെയാണെന്നും ആദി പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, നമുക്ക് ഇപ്പൊ തന്നെ അഭിരാമിയെ കാണണം. അമ്മ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ആദി ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, അഭിരാമിയെ ഇപ്പൊ തന്നെ അയാളിൽ നിന്നും നമുക്ക് രക്ഷിക്കണം. അരുൺ അവളെ താലി കെട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു അവകാശം അവളിലുണ്ടല്ലോ. കാര്യങ്ങളെല്ലാം പിന്നീട് അരുണിനെ അറിയിച്ചാൽ മതി. അമ്മേ, നേരം വെളുത്തിട്ട് നമുക്ക് പോകാമെന്ന് ആദി പറയുന്നു. അല്ലമ്മേ, അമ്മ എന്താ ആദ്യം ആ ബന്ധം എതിർത്തത്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയത് അമ്മ
അഭിരാമിയുടെ അച്ഛനെ കണ്ടിട്ടാ ഈ ബന്ധം വേണ്ടെന്ന് വെച്ചതാ. ആരാ അമ്മ അയാളെന്ന് ആദി ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ തന്റെ മുറിയിലേക്ക് പോവുകയാണ് വസുന്ധര. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അഭിരാമിയുടെ വീടാണ്. വസുന്ധരയും ആദിയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് അഭിരാമിയുടെ രണ്ടാനച്ഛന്റെ ദേഹമാണ്. എന്തു പറ്റിയെന്ന് ആദ്യം അവിടെയുള്ള ഒരാളോട് ചോദിക്കുമ്പോൾ പറയുകയാണ്, വെട്ടിക്കൊന്നതാ. അതേസമയം അഭിരാമി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധരയും ആദിയും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.